ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലെ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ ഇതുപോലെ ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പട്ടയും ഗ്രാമ്പും ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 10-12 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം സൈസിലുള്ള ഒരു സവോള അല്പം വലുതായിട്ട് കട്ട് ചെയ്തതാണ്, ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഈ നമ്മൾ ചേർത്തിട്ടുള്ള കശുവണ്ടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതുപോലെ തന്നെ സവോളയും പച്ചമുളകും ഒന്ന് സോഫ്റ്റായി വന്നോട്ടെ. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വലിയ 2 തക്കാളി അല്പം വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്, ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ സോഫ്റ്റായി നമുക്കൊന്ന് നോക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ അരച്ചിട്ടെടുക്കാം. ഇനി ഒരു കടായി വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്പം കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ഈ ചെറിയ ജീരകം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു വലിയ സവോള പൊടിയായി അരിഞ്ഞത് അതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള ചേർത്ത് ക്ലിപ്പ് വന്നിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വരട്ടെ. അപ്പോഴാണ് നമ്മുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
1 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള കൂട്ടുണ്ടല്ലോ, തക്കാളി, സവോള, കശുവണ്ടി, ഇതൊക്കെ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഓൾ എന്ന ഓപ്ഷനോടെ എനേബിൾ ചെയ്ത് വയ്ക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പേസ്റ്റ് ഇവിടെ ഏകദേശം ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ അരച്ചെടുത്ത മിക്സിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇത് വരുന്നത്. കുറച്ച് വെള്ളം കൂടി ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള അരപ്പ് കൂട്ടിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ടിത് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വന്നേനെ. ഇതിപ്പോൾ ഞാൻ ചൂടാക്കി എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പൊടിയാനായിട്ടൊരല്പം താമസം ഉണ്ടായത്. നന്നായിട്ട് പൊടിഞ്ഞിട്ടുമില്ല, കുഴപ്പമില്ല, അത് റെഡി ആയിക്കോളും. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, ജീരകത്തിൻ്റെ പൊടി. 1/2 ടീസ്പൂണോളം ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ നമ്മൾ മസാല ചേർത്ത് ഫ്രൈ ആക്കി എടുത്തില്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാതിരിക്കുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ മാംഗോ പൗഡറിൽ ഉപ്പുള്ളതാണ്, നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ തവി ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, പൊട്ടിപ്പോയൊരു തവിയുടെ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട തവിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പെടുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി, ഒന്ന് തിളച്ച് വരുന്നത് വരെ. അപ്പോൾ ഒന്ന് തുറന്നപ്പോൾ നന്നായിട്ട് തിളച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ കണ്ടോ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ഒരല്പം ചെറുതായി കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ബട്ടറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താലും നല്ലതാണ്. ഇങ്ങനെ ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ തിക്ക് ഗ്രേവിയിൽ ഇതിൽ കിടന്ന് നന്നായിട്ട് ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല കളർ കിട്ടിക്കോളും. നമ്മുടെ ഈ പനീറിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ചപ്പാത്തി, പൂരി, അപ്പം, പൊറോട്ട ഇതിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ നമ്മുടെ ഈ പനീർ ബട്ടർ മസാല. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചു. ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ തിളച്ച് നമ്മൾ ചേർത്തിട്ടുള്ള ബട്ടറൊക്കെ ഒന്ന് മുകളിലേക്കൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ്.
ഒരല്പം കൂടെ നമ്മുടെ ഈ ഗ്രേവി ഒന്ന് കുറുകി വരണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. മല്ലിയിലയൊക്കെ ചേർത്തതിന് ശേഷം കണ്ടോ നല്ലതുപോലെ നല്ല പനീറിലൊക്കെ നല്ലതുപോലെ നമ്മുടെ ഈ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർക്കുക. പക്ഷേ മല്ലിയില ചേർക്കുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നത്. മല്ലിയില, ചെറിയ ജീരകത്തിൻ്റെ പൊടി, കസൂരി മേത്തി ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ നല്ല കിഡിലും ടേസ്റ്റിൽ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.